सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഹരിനാമ കീർത്തന പഠനം നമുക്ക് പുനരാരംഭിക്കാം. ഗ്രന്ഥകർത്താവായ എഴുത്തച്ഛൻ്റെയും ഗുരുപരമ്പരയുടെയും ഭഗവാൻ നാരായണൻ്റെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് 14-ാം ശ്ലോകം മുതലാണ് ഇന്ന് പഠനം ആരംഭിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട 10 മുതലുള്ള ശ്ലോകങ്ങൾ ഒന്ന് ചൊല്ലാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്തിക്കു തക്കൊരുപദേശം തരും ജനനം അറ്റിടുമന്നവനു നാരായണായ നമഃ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണലേഖ്യമതു കേട്ടങ്ങു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമള അംബോരുഹാഷതുണ നാരായണായ നമഃ. നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്ക എന്നിടുമേ നാരായണായ നമഃ. മൽപ്രാണനും പരനുമൊന്നന്നുരപ്പവനും തൽപ്രാണദേഹവുമനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരി നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി കണ്ടത്. ഇനി നമ്മൾക്ക് അടുത്തതായി കാണേണ്ടത് 14-ാമത്തെ ശ്ലോകം മുതലുള്ളതിൻ്റെ വ്യാഖ്യാനമാണ്. നമുക്ക് ആ പദ്യം ഒന്ന് നോക്കാം. എന്താണ് എഴുത്തച്ഛൻ അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന്. അൻപേണം എൻ മനസ്സി ശ്രീനീലകണ്ഠഗുരു അംഭോരുഹാഷമഭി വാഴ്ത്തുന്നു ഞാൻ അതിനു 51 അക്ഷരവും ഓരോന്നിതൻ മൊഴിയിൽ അൻപോടു ചേർക്ക ഹരി നാരായണായ നമ. അൻപേണമെൻ മനസ്സി ശ്രീനീലകണ്ഠഗുരു അംബോരുഹാഷമഭി വാഴ്ത്തുന്നു ഞാനതിനു 51 അക്ഷരവും ഓരോന്നിതൻ മൊഴിയിൽ അൻപോടു ചേർക്ക ഹരി നാരായണായ നമഃ. അൻപേണമെൻ മനസ്സി ശ്രീനീലകണ്ഠഗുരു അംബോരുഹാഷമഭി വാഴ്ത്തുന്നു ഞാനതിനു 51 അക്ഷരവും ഓരോന്നിതൻ മൊഴിയിൽ അൻപോടു ചേർക്ക ഹരി നാരായണായ നമഃ. നാരായണായ നമ
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഭഗവാനേ നാരായണ, ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. എനിക്ക് അൻപ് വേണം, അതായത് അൻപേണം, അത് പ്രസാദിക്കണേ, എന്നിൽ അനുഗ്രഹിക്കണേ എന്നുള്ള അർത്ഥമാണ് അൻപേണം. എൻ്റെ മനസ്സിൽ ആരുടെയൊക്കെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്? ശ്രീനീലകണ്ഠഗുരു, ശ്രീനീലൻ എന്നു പേരായ എൻ്റെ ഗുരു, ശ്രീനീലകണ്ഠൻ എന്നു പേരായ എൻ്റെ ഗുരു. ഇവിടെ എഴുത്തച്ഛൻ്റെ ഗുരുനാഥനെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. അതും നമുക്ക് വ്യാഖ്യാനിക്കാൻ എടുക്കാം. അല്ലെങ്കിൽ സാക്ഷാൽ സദാശിവൻ, ആദിഗുരുവായ സദാശിവനെയും നമ്മൾക്കിവിടെ സ്മരിക്കാവുന്നതാണ്. ഇത് ഏത് വേണമെങ്കിലും എടുക്കാം, തെറ്റില്ല. അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് കേരളത്തിൽ നിന്നും പഠിക്കാൻ പോയപ്പോൾ ശ്രീനീലകണ്ഠഗുരു എന്ന ഗുരുവിൻ്റെ അടുത്തു നിന്നാണ് വിദ്യ അഭ്യസിച്ചത്. ആ ഗുരുനാഥനെ സ്മരിക്കുകയാണ്. അപ്പോൾ ഗുരുവന്ദനം, വീണ്ടും വീണ്ടും ഗുരുവിനെ ഓർക്കുകയാണ് പല ശ്ലോകങ്ങളിലും എഴുത്തച്ഛൻ ചെയ്യുന്നത്. അതും നമുക്കെടുക്കാം. മറ്റൊരർത്ഥം, ഭഗവാൻ സദാശിവൻ, നമുക്കറിയാം, പാലാഴി കടഞ്ഞ സമയത്ത് ആ വിഷത്തിനെ തൻ്റെ കണ്ഠത്തിൽ ഭഗവാൻ അതിനെ ലോകത്തിൻ്റെ ഹിതത്തിനായി കണ്ഠത്തിൽ സംരക്ഷിച്ചു വെച്ചു. അപ്പോൾ ആ സമയത്ത് ഭഗവാന് കിട്ടിയ നാമമാണ് നീലകണ്ഠനെന്ന്. ആ സദാശിവനെയും നമ്മൾക്കിവിടെ സ്മരിക്കാവുന്നതാണ്. അപ്പോൾ ആദിഗുരുവും അസ്മത് ഗുരുവിനെയും സ്മരിച്ചുകൊണ്ട് എഴുത്തച്ഛൻ പറയുകയാണ്, എന്നെ അനുഗ്രഹിക്കണേ. എൻ്റെ ഗുരുനാഥനും അവരുടെ അനുഗ്രഹവും വേണം. പിന്നെ ആരുടെ അനുഗ്രഹം വേണം? അമ്പോരു ഹാഷമപി, അല്ലയോ അമ്പോരു ഹാഷനായ ഭഗവാനെ. ഈ പദം നമ്മൾ മുമ്പത്തെ ശ്ലോകങ്ങളിൽ കണ്ടതാണ്. വീണ്ടും അതേ വിശേഷണം വിഷ്ണുവിനെ, ഭഗവാൻ നാരായണന് അർപ്പിക്കുകയാണ്. അതായത് താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവൻ. ഭഗവാന്റെ കണ്ണ് കാണാൻ വളരെ മനോഹരമാണെന്നാണ് പറയുന്നത്. എല്ലാവരും ആകർഷിക്കും. ആ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ യശോദാമ്മയുടെ മടിയിൽ കിടന്നപ്പോഴും, വൃന്ദാവനത്തിൽ ഓടിക്കളിച്ചപ്പോഴും, ഗോപികളുടെ കൂടെയും യുദ്ധം ചെയ്തപ്പോഴും, ശത്രു സംഹാരം ചെയ്തപ്പോഴും, എല്ലാ സമയത്തും ഏത് അവതാരം എടുത്തപ്പോഴും ഭഗവാന്റെ ആ കണ്ണുകളുടെ തിളക്കം അതിമനോഹരമായിരുന്നു എന്നാണ് കവികൾ വർണ്ണിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ എഴുത്തച്ഛനും ഈ പദ്യത്തിൽ ഭഗവാനെ വീണ്ടും അമ്പോരുഹാഷൻ എന്ന് വിളിക്കുകയാണ്. ഞാൻ അങ്ങേ അമ്പോരുഹാഷൻ എന്ന് വിളിച്ചു സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞാൻ അതിനായി, എനിക്ക്, അല്ലയോ ഭഗവാനെ നാരായണ, അങ്ങയുടെ അനുഗ്രഹവും വേണം. എൻ്റെ ഗുരുനാഥൻ്റെയും അനുഗ്രഹം എൻ്റെ മനസ്സിൽ എപ്പോഴും. ഈ രണ്ടുപേരും തുല്യരാണ്, എനിക്ക് മറ്റൊന്നായി കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി? ഗുരുവിൻ്റെയും ഇഷ്ടദേവതയായ ഭഗവാന്റെയും അനുഗ്രഹം ഇവിടെ പ്രാർത്ഥിക്കുന്നു. എഴുത്തച്ഛൻ അവരുടെ പ്രസാദത്തിനായി അനുഗ്രഹം തേടുന്നു. ഞാൻ 51 അക്ഷരം, അതാണ് പറയുന്നത്. അൻപേണമെൻ മനസ്സിൽ ശ്രീനീലകണ്ഠഗുരു അമ്പോരുഹാഷമപി, വാഴ്ത്തുന്നു ഞാനതിനും. എന്തിനു വാഴ്ത്തുന്നു? അതിന്, ഏതിനു വേണ്ടി? ആ കാരണം പറയുകയാണ്. 51 അക്ഷരവും ഓരോ നിതൻ മൊഴിയിൽ അൻപോടു ചേർക്കഹരി നാരായണായ നമഃ. 51 അക്ഷരവും ഓരോന്നി തന്മൊഴി. ഞാൻ ഈ വട്ടക്ഷരത്തിനെ മാറ്റി ലിപിയാക്കുവാനായി സംസ്കൃത ഭാഷയുടെ സഹായത്തോടുകൂടിയും ഗുരുപരമ്പരയുടെയും ഭഗവാന്റെയും അനുഗ്രഹത്തോടുകൂടി ഞാൻ അതിനെ ലോക സജ്ജനങ്ങൾക്ക് എളുപ്പത്തിനായി 51 അക്ഷരമാക്കി മാറ്റി. ആ 51 അക്ഷരങ്ങളും 51 അക്ഷരവും ഓരോന്നി തന്മൊഴി, ഓരോന്നും, ഈ ഓരോ അക്ഷരവും എൻ മൊഴിയിൽ, എൻ്റെ വാക്കുകളിൽ
അല്ലയോ ഭഗവാനെ, അൻപോട് ചേർക്കണേ. ഇവിടെ അൻപോടെന്ന് വെച്ചാൽ വളരെ കാരുണ്യത്തോട്. ഇതെൻ്റെ കഴിവല്ല, ഞാൻ ഇങ്ങനെയൊരു അക്ഷരമാല ക്രമമായി ക്രമീകരിച്ചിട്ട് എൻ്റെ കഴിവേ അല്ല, അങ്ങയുടെ കഴിവും എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹവുമാണ് ഭഗവാനെ. അതുകൊണ്ട് കാരുണ്യത്തോടുകൂടി എന്നിൽ കടാക്ഷിക്കണേ. എനിക്ക് ഈ ഹരിനാമകീർത്തനം എന്ന ഗ്രന്ഥത്തിൽ ഈ 51 അക്ഷരവും ക്രമമായി രേഖപ്പെടുത്തി ഭഗവാനെ ഈ അക്ഷരമാല കൊണ്ട് അങ്ങയെ അർച്ചിക്കുവാൻ, അങ്ങയെ കീർത്തിക്കുവാൻ ഭഗവാനെ എനിക്ക് അങ്ങ് അവസരം നൽകണേ. അതിന് കരുണയോടുകൂടി എന്നിൽ പ്രസാദിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ. അതിനായിക്കൊണ്ട് അല്ലയോ ഹരി നാരായണ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഇവിടെ എഴുത്തച്ഛൻ്റെ സർവ്വമഹിമയും നമ്മൾക്ക് കാണാം. ഗുരുസ്മരണയും ഈശ്വരവന്ദനവും എല്ലാം എഴുത്തച്ഛൻ ചെയ്യുകയാണ്. അഹങ്കാരം എന്ന ഒരു അണുപോലുമില്ല. അതായത് ഞാനാണ് ഈ അക്ഷരമാല ക്രമീകരിച്ചത്, എൻ്റെ കഴിവാണ്, ഒരു അംശം പോലും അഹംബുദ്ധിയില്ലാത്ത ആളായിരുന്നു എഴുത്തച്ഛൻ. ഭഗവാനെ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ കാരുണ്യമാണ്. ഇനിയും എനിക്ക് ആ കാരുണ്യം ഉണ്ടാകണേ. അതിലൂടെ അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല. ആ സ്തുതി എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അൻപേണമെൻ മനസ്സിൽ ശ്രീനീലകണ്ഠഗുരു അമ്പോരുഹാഷമപി വാഴ്ത്തുന്നു ഞാനതിനു. 51 അക്ഷരവും ഓരോ നിതന്മൊഴിയിൽ അൻപോടു ചേർക്ക ഹരി നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 15ാമത്തെ ശ്ലോകം. ആദ്യക്ഷരത്തിൽ ഉളവായൊന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിൽ അടങ്ങുന്നതും കരുതി. ആദ്യക്ഷരാവലിയിൽ ഓരോന്നിതെടുത്തു പരികീർത്തിപ്പതിന്നരുളുക നാരായണായ നമ. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിലിതടങ്ങുന്നതും കരുതി. ആദ്യക്ഷരാവലിയിൽ ഓരോന്നെടുത്തു പരികീർത്തിപ്പതിന്നരുളുക നാരായണായ നമ. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിലടങ്ങുന്നതും കരുതി. ആദ്യക്ഷരാവലിയിൽ ഓരോന്നെടുത്തു പരികീർത്തിപ്പതിന്നരുളുക നാരായണായ നമ. അല്ലയോ നാരായണ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. എങ്ങനെയാണ് എൻ്റെ ഈ കീർത്തനാലാപനം ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യക്ഷരത്തിൽ ഉളവായൊന്നിതൊക്കെയും, അതായത് ആദ്യ അക്ഷരം എന്ന് വെച്ചാൽ പ്രണവമന്ത്രം, ഓങ്കാരം. ഭഗവാൻ നാരായണൻ വേദത്തിന് ബ്രഹ്മാവിന് പകർന്നു കൊടുക്കുമ്പോൾ ബ്രഹ്മാവ് തൻ്റെ തപസ്സനുഷ്ഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ നാരായണനെ സ്തുതിക്കുന്ന ആദ്യമായി ബ്രഹ്മാവ് ഉരുവിട്ട നാമം ഓം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രണവമന്ത്രം ആദ്യ അക്ഷരം ഓംകാരം എന്നാണ് നമ്മളുടെ വേദശാസ്ത്രം പറയുന്നത്. ആ വേദശാസ്ത്രത്തെ എഴുത്തച്ഛനും പിന്തുടരുകയാണ്. ഞാനും ഓംകാരമായി, ഓം എന്നതിൽ ഓ എന്ന അക്ഷരം കൊണ്ട് തന്നെയാണ് ഇവിടെയും ഹരിനാമകീർത്തനം. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ നമ്മൾ കണ്ടിരുന്നതാണ് ആ ശ്ലോകം. ആ ഒരു ശാസ്ത്രവിധി എഴുത്തച്ഛനും അവലംബിച്ചു. ആ ആദ്യക്ഷരത്തിൽ നിന്നും പ്രണവമന്ത്രത്തിൽ നിന്നും തുടങ്ങുന്നു. ആദ്യക്ഷരത്തിൽ ഉളവായെന്നത് ഉണ്ടായിട്ടുള്ളത്, ആ പ്രണവത്തിലാണ് സർവപ്രപഞ്ചവും സർവ്വജീവരാശികളും ഉണ്ടായത്. എന്തൊക്കെ? ഇവയെല്ലാം ഏതെല്ലാം? ഈ കാണുന്ന പ്രപഞ്ചവും ബ്രഹ്മാണ്ടവും അതിലെ സർവ്വജീവരാശികളും
ആ ആദ്യക്ഷരത്തിൽ നിന്നും ഉളവായി ഉണ്ടായിട്ടുള്ളതാണ്. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയും ഇത് ആദ്യക്ഷരത്തിൽ അടങ്ങുന്നതും കരുതി. ഇത് അതായത് ഈ പ്രപഞ്ചം മുഴുവൻ, അതിലെ ജീവരാശികൾ മുഴുവനും ആദ്യക്ഷരത്തിൽ ഓങ്കാരത്തിൽ തന്നെ അടങ്ങുന്നു. അടങ്ങുക എന്ന് വെച്ചാൽ ലയിക്കുന്നു എന്ന് കരുതി, വിചാരിച്ച്. അപ്പോൾ എവിടെ നിന്നുണ്ടായി? പ്രണവത്തിൽ നിന്നും, പരമാത്മാവിൽ നിന്നും. ബ്രഹ്മൻ്റെ പര്യായം തന്നെയാണ് ഓംകാരം എന്നത്. ആ നാരായണൻ്റെ പര്യായവും നാരായണനിൽ തന്നെ തുടങ്ങി നാരായണനിൽ തന്നെ അവസാനിക്കുകയാണ് സർവ ജീവരാശികളും. ആദ്യക്ഷര സ്വരൂപ അങ്ങക്കെൻ്റെ പ്രണാമം. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിലടങ്ങുന്നതും കരുതി. ആദ്യക്ഷരാവലിയിലോരോന്നെടുത്തു. ആദ്യക്ഷരാവലിയിൽ ആദ്യ അക്ഷരമായ ഓങ്കാരത്തിൽ തുടങ്ങി സർവ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഓരോന്ന് എടുത്ത്, ക്രമമായി ഓരോ അക്ഷരവും എടുത്ത്. അപ്പോൾ ഇവിടെ ഓംകാരത്തിൽ നിന്നാണ് ഈ 51 അക്ഷരവും എഴുത്തച്ഛൻ രൂപപ്പെടുത്തിയെടുത്തത് എന്ന് പറയുന്നു. അതായത് എഴുത്തച്ഛൻ ഈ അക്ഷരങ്ങളെല്ലാം ലഭിച്ചത് ഓംകാര സ്വരൂപിൽ നിന്നും, പരമാത്മാവിൽ നിന്നും ആകുന്നു. അതുകൊണ്ട് അങ്ങയിൽ നിന്നും ഉത്ഭവിച്ച പ്രണവമന്ത്രത്തിൽ നിന്നും തുടങ്ങി ഓരോ അക്ഷരമാലയിലെ ക്രമമായി ഓരോ അക്ഷരങ്ങളും പെറുക്കി എടുത്തെടുത്തെടുത്ത് ഞാനൊരു അക്ഷരമാല അർച്ചന ഈ ഹരിനാമ കീർത്തനത്തിലൂടെ അങ്ങക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പരികീർത്തിപ്പതിന് ആദ്യക്ഷരാവലിയിലോരോന്നെടുത്തു പരികീർത്തിപ്പതിനരുൾക. പരികീർത്തിപ്പതിന് അതായത് നന്നായി സ്തുതിക്കുന്നതിന്, ഓരോ അക്ഷരവും ക്രമമായി എടുത്തെടുത്തെടുത്ത് നന്നായി എനിക്ക് അങ്ങയെ ഈ ഹരിനാമ കീർത്തനം എന്ന ഗ്രന്ഥത്തിലൂടെ അങ്ങയെ എനിക്ക് സ്തുതിക്കുന്നതിന് അരുൾക. പരികീർത്തിപ്പതിനരുൾക. നാരായണായ നമ. അതിന് അരുൾക, എന്നെ അനുഗ്രഹിക്കണേ നാരായണ എന്ന് എഴുത്തച്ഛൻ. അപ്പോൾ ഇവിടെയും ഈ ശ്ലോകത്തിലും എഴുത്തച്ഛൻ്റെ മഹിമ നമ്മൾക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണ് ഈ അക്ഷരമാല ക്രമീകരിച്ചതെന്നും മലയാള ഭാഷയുടെ പിതാവ് ഞാനാണെന്നോ എന്നുള്ള ഒരു ഭാവവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ഭാവം മുഴുവൻ എന്താ? ഇത് ഭഗവാനിൽ നിന്നും ഉണ്ടായി. ആ ഓങ്കാരനാഥം കേട്ടുകൊണ്ട് അതിൽ നിന്നും ഞാൻ ഈ അക്ഷരമാലയെ ക്രമീകരിച്ചു. ഞാൻ വെറും ഒരു നിമിത്തം മാത്രം. ആ നിമിത്തമാകാൻ എനിക്ക് സാധിച്ചതിനാൽ അങ്ങയ്ക്ക് എൻ്റെ പുഷ്പാർച്ചനയായി ഓരോ അക്ഷരങ്ങളെയും കോർത്തിണക്കി ഹരിനാമ കീർത്തനം എന്ന പേരായ ഈ ഗ്രന്ഥം ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. അത് സമർപ്പിക്കുവാൻ എനിക്ക് അങ്ങ് കഴിവ് നൽകണേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിലടങ്ങുന്നതും കരുതി. ആദ്യക്ഷരാവലിയിലോരോന്നെടുത്തു പരികീർത്തിപ്പതിനരുൾക. നാരായണായ നമഃ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 16ാമത്തെ ശ്ലോകം. ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദി ദേവകളും അർക്കേന്ദുവഗ്നികളും ഒപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിൻമൂലം അക്ഷരവും ഓർക്കായി വരേണം ഇഹ നാരായണായ നമ. ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദിദേവകളും അർക്കേന്ദുവഗ്നികളും ഒപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിൻമൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമ. ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദിദേവകളും അർക്കേന്ദുവഗ്നികളോടൊപ്പം
ഒപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമഃ. അല്ലയോ നാരായണ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഇവിടെ എന്തൊക്കെ സ്തുതിയാണ് എഴുത്തച്ഛൻ അർപ്പിക്കുന്നത്? ഇക്കണ്ട വിശ്വം, അതായത് ഞാൻ ഈ കാണുന്ന വിശ്വം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ, ഇന്ദ്രാദി ദേവതകളും, ഈ ഭൂമിയിൽ നിന്നും അന്യമായി മറ്റൊരു ലോകങ്ങളിലുള്ള ദേവതകളെല്ലാം, അപ്പോൾ ഞാൻ കാണുന്നതും കാണാത്തതുമായ സർവപ്രപഞ്ചവും അതിലുള്ള ജീവരാശികളും അതിലുള്ള ദേവതകളും എല്ലാവരും, ഇന്ദ്രാദി ദേവതകൾ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാവരും, അർക്കേന്ദു വഗ്നികളും, അർക്കൻ ഇന്ദു വഗ്നി, അതായത് അർക്കൻ എന്ന് വെച്ചാൽ സൂര്യൻ, ഇന്ദു എന്ന് വെച്ചാൽ ചന്ദ്രൻ, വഗ്നി എന്ന് വെച്ചാൽ അഗ്നി. സൂര്യ, ചന്ദ്രൻ, അഗ്നി മുതലായ എല്ലാ പ്രഭാമൂർത്തികളും, ഇവയൊക്കെ പ്രഭാമൂർത്തികളാണ്. അതായത് നമ്മൾക്ക് പ്രഭ നൽകുന്നവർ, പ്രകാശം നൽകുന്നവൻ, ഇവരെല്ലാവരും, ഈ ദേവതകളെല്ലാവരും, ഇപ്പം ഇന്ദ്രാദി ദേവതകളും സർവ പ്രഭാമൂർത്തികളും ഒപ്പം ത്രിമൂർത്തികളും, അവരോടൊപ്പോൾ ഭഗവാനെ അങ്ങ് മൂന്നായി പിരിഞ്ഞ ഈ മൂർത്തികളും, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, അതാണ് ത്രിമൂർത്തികൾ. ഇവരെല്ലാം എവിടെ നിന്നുണ്ടായി, ആരിൽ നിന്നുമുണ്ടായി? അഗ്രേ വിരാട് പുരുഷ, അല്ലയോ ഭഗവാനെ, അവരുടെയൊക്കെ മുന്നിൽ ആരാണുള്ളത്? വിരാട് പുരുഷൻ, പരമാത്മാവ്, സർവവ്യാപിയായ ബ്രഹ്മൻ, നാരായണൻ. അതിനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയും. വിരാട് പുരുഷൻ എന്ന് വെച്ചാൽ സർവവ്യാപിയായിരിക്കും, എങ്ങും നിറഞ്ഞിരിക്കുന്നത്, എല്ലാ ദേവതകളിലും എല്ലാ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ആ ചൈതന്യൻ, അല്ലയോ വിരാട് പുരുഷ, അങ്ങാകുന്നു. ആ വിരാട് പുരുഷനായ നാരായണനെ ഞാനിവിടെ നമസ്കരിക്കുന്നു. എന്തിനു നമസ്കരിക്കണം? അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അഗ്രേ വിരാട് പുരുഷ, അങ്ങയുടെ നിൻമൂലമക്ഷരവും, അങ്ങയുടെ മൂലമക്ഷരമായ, അതായത് മൂലാക്ഷരം എന്ന് വെച്ചാൽ ഓങ്കാരം, ബ്രഹ്മൻ, പ്രണവമന്ത്രമായ ആ പ്രണവത്തിൽ നിന്നും ഞാൻ ഈ 51 അക്ഷരങ്ങളും പെറുക്കി എടുത്ത് അതൊരു ഗാനാർച്ചനയായി ഞാൻ ഹരിനാമ കീർത്തനത്തിൽ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങിൽ നിന്നാണ് ഈ മൂലാക്ഷരം ഞാൻ കടമെടുത്തിരിക്കുന്നത്. അതെനിക്ക് എപ്പോഴും ഓർക്കായി വരേണം ഇഹ, ഇപ്പോൾ തന്നെ. ഇഹ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ. ഞാൻ ഈ എഴുതുന്ന സന്ദർഭം മുഴുവൻ, അതിനുശേഷവും എപ്പോഴും ആരൊക്കെയാണോ ഈ ഹരിനാമ കീർത്തനം ചൊല്ലുന്നത്, പഠിക്കുന്നത്, അവരെല്ലാവരും ആ വിരാട് പുരുഷൻ നിന്നാണ്, പരമാത്മാവിൻ്റെ മൂലമന്ത്രത്തിൽ നിന്നാണ് ഈ കീർത്തനങ്ങളെല്ലാം ഉണ്ട്, ഈ അക്ഷരങ്ങൾ മുഴുവൻ ഉണ്ടായി. അപ്പോൾ നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നതെല്ലാം ഈ അക്ഷരമുള്ളതുകൊണ്ട്. അപ്പോൾ അക്ഷരം എവിടെ നിന്നാണ്? പരമാത്മാവിൽ. അതുകൊണ്ട് ഭഗവാനെ അക്ഷരബ്രഹ്മൻ എന്നാണ് മുണ്ടകോപനിഷത്ത് വിളിക്കുന്നത്. അക്ഷരം എന്ന് വെച്ചാൽ ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത്. അപ്പോൾ ഈ ഓംകാരത്തിന് ഒരിക്കലും നാശമില്ല. അതെനിക്ക് ഓർമ്മയിലുണ്ടാകണം എപ്പോഴും. അത് വിസ്മരിച്ചാൽ ഞാൻ അജ്ഞാനിയായി വീണ്ടും വീണ്ടും ദുഃഖിയായി ജനന മരണത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഭഗവാനെ, എപ്പോഴും എനിക്ക് ഈ വിരാട് പുരുഷനാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ഈ മൂലാക്ഷരത്തിൽ നിന്നാണ് ഞാൻ അക്ഷരമാലയിലൂടെ ക്രമമായി ഓരോ അക്ഷരങ്ങളും ചിട്ടപ്പെടുത്തി ഈ പദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ കീർത്തനമാല ആലപിക്കുന്നത് എന്ന് എനിക്ക് ഓർമ്മിക്കുവാൻ ഇടവരേണമേ നാരായണായ നമഃ എന്ന് പറയുകയാണ്. വളരെ മനോഹരമായിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലയോ വിരാട് പുരുഷ, ആ വിരാട് പുരുഷൻ്റെ, സർവവ്യാപിയായ പരമാത്മാവിൻ്റെ പ്രത്യക്ഷ രൂപനാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും സൂര്യചന്ദ്ര അഗ്നി ദേവതകളും. ഇവയൊക്കെ പ്രഭ നൽകി എല്ലാ ദേവതകളും എന്നെ അനുഗ്രഹിക്കുന്നു. അവരുടെയൊക്കെ അനുഗ്രഹാശിച്ചുകൊണ്ട് ആ വിരാട് രൂപൻ്റെ പ്രത്യക്ഷ അക്ഷര രൂപമായ ഓങ്കാരത്തിൽ നിന്ന് ഞാൻ ഈ പദ്യം സമർപ്പിക്കുന്നു. അതുകൊണ്ട് ഇവയെല്ലാം എനിക്ക് ഓർമ്മിക്കുവാൻ എൻ്റെ കഴിവല്ല, എല്ലാ ദേവതകളുടെയും ആ ദേവതകളെ നിയന്ത്രിക്കുന്ന പരമാത്മാവിൻ്റെയും വിരാട് പുരുഷൻ്റെയും അനുഗ്രഹം കൊണ്ട് ഓങ്കാരമുണ്ടായി. ആ ഓങ്കാരത്തിൽ നിന്നും ഈ
നാദബ്രഹ്മ അക്ഷരമുണ്ടായി. ആ അക്ഷരങ്ങൾ കോർത്തിണക്കി ഞാനിവിടെ ഹരിയായ അങ്ങയെ ഹരിനാമകീർത്തനം എന്ന ഗ്രന്ഥം കൊണ്ട് കീർത്തിക്കുന്നു. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ഓരോ അക്ഷരത്തിലും, ഓരോ വാക്കിലും, ഓരോ പദ്യത്തിലും, ഓരോ അണുവിൽ പോലും എനിക്ക് അങ്ങയെ ഓർക്കാൻ സാധിക്കണേ ഭഗവാനെ. അതിനായിക്കൊണ്ട് എന്നെ ഒരു അഹംബുദ്ധിയുള്ളവനാക്കി, ഞാനാണ് ഇത് എഴുതുന്നത് എന്നുള്ള ഭാവം ഒരു നിമിഷം പോലും എന്നിൽ ഉണ്ടാകാൻ ഇടവരുത്തരുത്. അതിനായിക്കൊണ്ട് അങ്ങയുടെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഇക്കണ്ട വിശ്വമതു ഇന്ദ്രാദിദേവകളും അർക്കേന്ദുവഗ്നികളും ഒപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കായി വരേണമിഹ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. അടുത്ത ശ്ലോകം മുതൽ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം. ഹരിയോ.